എന്താണ് ഹോർമൂസ് എന്ന് പറയുന്ന വഴി? എവിടെയാണ് ഹോർമൂസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്? അത് അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ അതെങ്ങനെ ബാധിക്കും? ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വഴിയാണ് ഹോർമൂസ് എന്നതിനെക്കുറിച്ച്. എന്താണ് ഹോർമൂസ് എന്ന് പറയുന്ന വഴി? എവിടെയാണ് ഹോർമൂസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്? അത് അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ അതെങ്ങനെ ബാധിക്കും? സാമ്പത്തികപരമായിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു വഴി അടയ്ക്കുന്നതിലൂടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇറാൻ്റെയും ഒമാൻ്റെയും ഇടയിലായിട്ട് ഏകദേശം 55 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്ന ഒരു സമുദ്രപാതയാണ് ഹോർമൂസ് കടലിടുക്ക് എന്നുള്ളത്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തടഞ്ഞു വെക്കുന്നതോടുകൂടി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ എത്തുന്ന മറ്റ് രാജ്യങ്ങൾ സാമ്പത്തിക തകർച്ചയിലേക്ക് പോകും. അതിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഒന്ന് ഇന്ത്യയാണ്. എങ്ങനെയാണ് ഒരു രാജ്യം സാമ്പത്തിക തകർച്ചയിലേക്ക് പോകുന്നത് എന്ന് ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ നമുക്ക് പരിശോധിക്കാം. 1929 ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് എത്തുന്നു. സാമ്പത്തിക തകർച്ചയിലേക്ക് പോയ രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് അമേരിക്കയുമുണ്ട്. അങ്ങനെ അമേരിക്ക സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ പല അഭിപ്രായങ്ങളും തേടുന്നു. അങ്ങനെയാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആശയത്തെ അവർ ചേർത്ത് പിടിക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്: അമേരിക്കയിലെ സമാനമായ കെട്ടിടങ്ങളെ തച്ചു തകർക്കുക, പകരം പുതിയ കെട്ടിടങ്ങളെ പടുത്തുയർത്തുക. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു രാജ്യം സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിയാൽ ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെയുള്ള തൊഴിലാളി വർഗത്തിൻ്റെ കരങ്ങളിലേക്ക് പണം എത്തണം. അതിന് അവർക്ക് വെറുതെ പണം കൊടുക്കാൻ പറ്റില്ല. അവർക്ക് തൊഴിലുണ്ടാവണം. ആദ്യമായിട്ട് തൊഴിലാളി വർഗത്തിന് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ഒരു രാജ്യം തകർച്ചയിൽ നിന്ന് മുക്തി നേടാനുള്ള ഉപാധി. അങ്ങനെ അമേരിക്ക പുതിയ കെട്ടിടങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നു. അതിൽ പണി ചെയ്യുന്ന ആളുകൾക്ക് അവർ പണം കൊടുക്കുന്നു. ആ പണം അവർ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്നു. കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് അത് ബാങ്കുകളിലേക്ക് എത്തുന്നു. ആ ഒരു സൈക്കിള് അങ്ങനെ നിലനിൽക്കുമ്പോൾ അമേരിക്ക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇനി എണ്ണയോ ക്രൂഡ് ഓയിലോ തടയുന്നത് കൊണ്ട് ഇന്ത്യ സാമ്പത്തിക തകർച്ചയിലേക്ക് പോകുന്നു എന്ന് പറയാനുള്ള കാരണം, ഒന്നാമതായിട്ട് ഇന്ത്യയിലെ ജനങ്ങളുമായി ഏറ്റവും അത്യന്താപേക്ഷിതമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എണ്ണ എന്ന് പറയുന്നത്. നമുക്ക് വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതുകൊണ്ട് ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് എണ്ണയ്ക്ക് ദൗർലഭ്യമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വില എങ്ങനെയാണ് കൂടുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം.